പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ഇന്നുണ്ടാക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. കുറേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടേതായിട്ടുള്ള അതുകൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് മുൻഗണന കൊടുക്കണമല്ലോ ആദ്യം തന്നെ. അപ്പോൾ ഇന്ന് ചെയ്യണത് ഒരു വടയാണ്, ചവ്വരി കൊണ്ടുള്ള ഒരു വടയാണ് ഉണ്ടാക്കുന്നത്. അത് പറഞ്ഞു തന്നിട്ടുള്ളത് ജ്യോതി മേനോൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേച്ചിയാണ്, ബോംബെയിലത്തെ. സാബുദാന വട എന്നാണ് അവിടെ മഹാരാഷ്ട്രയിൽ അറിയപ്പെടാൻ ഭയങ്കര ഫേമസ് വടയാണ്. ഞങ്ങളത് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ്. ചേച്ചി പറഞ്ഞു ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വീഡിയോ ചെയ്താൽ മതിയിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ടേസ്റ്റാണ് സാധനം. നമ്മൾ ഒരു കപ്പ് ചവ്വരിയാണ് എടുക്കുന്നത് കേട്ടോ. ഈ ചവ്വരി കഴുകി 2-3 വട്ടം കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ വെള്ളം ഒഴിച്ച് വയ്ക്കുക. വെള്ളം ഒഴിച്ച് വയ്ക്കുമ്പോൾ കറക്റ്റ് ഈ പാത്രത്തിൻ്റെ ഈ നിരപ്പിൽ വെള്ളം ഒഴിച്ച് വയ്ക്കണം കേട്ടോ. 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ചവ്വരി 8 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചാണ് വെള്ളം വറ്റി കണ്ട ഇങ്ങനെയായി. ഇപ്പോൾ വെള്ളമില്ല. ഇത് 2 ഇടത്തരം ഉരുളക്കിഴങ്ങില്ലേ, അത് പുഴുങ്ങി കഷ്ണങ്ങളാക്കി അത് നമ്മൾ ഒരു കിണ്ണത്തിലിടുന്നു. അത് ഉടയ്ക്കുന്നു. ഉടച്ചോ കൈ കൊണ്ട്. സരിതിന് ഉടയ്ക്കുന്ന ആളിട്ടാ, ഉടയ്ക്കുന്ന അധികാരം സരിതിക്ക് കൊടുത്തു. അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചു കേട്ടാ. അതിലേക്ക് നമ്മള് ചവ്വരി ഇടണം കേട്ടാ. പിന്നെ ഇതിലേക്ക് ഒരു 5-8 പച്ചമുളക്. ഇത് ചൂനിയമുളകാണ്, വെള്ള ചൂനിയമുളക്. നല്ല എരിവുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചേർത്തോണം കേട്ടാ. നിങ്ങൾക്ക് മുളക് ആവശ്യത്തിന് ചേർക്കാം. ഇത് ഉണക്ക കപ്പലണ്ടി ആണ് കേട്ടോ. ഇത് ഒരു 1.5 പിടിയാണ്. മിക്സിയിൽ ജാറിൽ ഇടത്തോട്ട് തിരി. അപ്പോൾ 4 മുറിയും. 4 വെച്ചാൽ അത് കുറച്ച് കൂടുതൽ പൊടിയും നമുക്കൊന്ന് ആക്കി കൊടുക്കാം. പിന്നെ കപ്പലണ്ടി അഥവാ നിലക്കടല കേട്ടോ. ഇത് ഇങ്ങനെയാണ് മിക്സിയിൽ ഇടത്തോട്ട് ക്രഷ് ചെയ്തത്. അത് ഇടത്തോട്ട് ക്രഷ് ചെയ്തു. ഒരു പുതിയ പ്രയോഗമാണ്, ഇടത്തോട്ട് ക്രഷ് ചെയ്തത്. ശരി, ഞാൻ അടുത്തത്. അതായത് കപ്പലണ്ടി അധികം നന്നായിട്ട് പൊടിയണ്ട, എന്നാലോ അങ്ങനെയൊക്കെ എടുക്കാനും പാടില്ല. അപ്പൊ നമ്മളിത് ഇങ്ങനെ ഇടത്തോട്ട് മിക്സിയുടെ ജാർ അങ്ങനെ മിക്സിയുടെ ജാർ ഇടത്തോട്ടല്ല, അത് അതിന്റെ നോബ് ഇങ്ങനെ ഇടത്തോട്ട് ഇങ്ങനെ ഇതാക്കില്ലേ, അങ്ങനെ ക്രഷ് ചെയ്യുമ്പോൾ കുറച്ച് നന്നായി പൊടിയും, എന്നാലും കുറച്ചൊക്കെ അങ്ങനെ പൊടിയാണ്ട് എടുക്കും കേട്ടാ. ഇതുപോലെ കിട്ടും നമുക്ക്. പിന്നെ ഇതിലേക്ക് ഒരു പിടി മല്ലിയില ഇങ്ങനെ അരിഞ്ഞത് കേട്ടാ. പിന്നെ 1/2 ടീസ്പൂണിലധികം ജീരകം കേട്ടോ. പെരുംജീരകമല്ല, ജീരകം പൊടിച്ചത്, നല്ല ജീരകം പൊടിച്ചത്. പിന്നെ 1/2 ടീസ്പൂണിലധികം പഞ്ചസാര. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പൊ ബാക്കിയുള്ള സാധനത്തിലേക്ക് ഉപ്പാണ് നമുക്ക് ആവശ്യമുള്ളൂ. ഇതെല്ലാം കൂടി തിരുമ്മി പിടിപ്പിക്കും. നന്നായിട്ട് കുഴച്ച് തിരുമ്പി പിടിപ്പിക്കുക. അങ്ങനെ നമ്മൾ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തു കേട്ടാ. ഉപ്പൊക്കെ നോക്കാട്ടെ ഈ സമയത്ത്. ഇനി നമ്മൾ പാത്രം അടുപ്പത്തേക്കിനും ഉണ്ടാക്കാൻ പോകണേട്ടാ. ചീഞ്ചട്ടി അടുപ്പത്തേക്കിനും തീ കത്തിക്കും. സരിതീനെ ഇത് ഉണ്ടാക്കാൻ പോണത്. സരിത ഉരുളകളാക്കിയിട്ട് ഇതിങ്ങനെ വെള്ളം കയ്യിലാണ് അത് സിസ്റ്റം തന്നെ. പാത്രം ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടാ. എന്തോ ഓയിലാണെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ നമുക്ക് ആ ചേച്ചി പറഞ്ഞത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതലാന്ന് പറഞ്ഞു. അപ്പം നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണയിൽ പഠിക്കാം. ഭയങ്കര കാറ്റാ, നല്ല മഴ വരുന്നുണ്ട്. നമ്മൾ ഒരു പാത്രത്തിൽ നല്ല വെള്ളം കൊണ്ടുവന്നിട്ട് സാധാരണ പരിപ്പോടൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെ കൈ നനയ്ക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഒരു ഉരുള ഉരുട്ട കൈൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ളത് ഉരുളുരുട്ടി ഈ കയ്യിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് പരത്താം. മതിയില്ലേ ചേട്ടാ? അങ്ങനെ മതിയില്ലേ? ഇത്ര മതിയില്ലേ? അത്ര മതി. ഇനി വെളിച്ചെണ്ണ ചൂടായി. അപ്പോൾ അതിലേക്കാണ്ട് ഇട്ട് കൊടുക്കാം. ഇടാം. 3 വെച്ചിട്ടാട്ടെ നമുക്ക്. സൈഡ്. ഓക്കെ, അടിപൊളി. ആവശ്യത്തിന് മീഡിയം ലെവലിൽ തീ കത്തിക്കാട്ടാ. നമ്മളേ ഉത്തരേന്ത്യ ഫുഡ് ഭയങ്കര സംഭവം എന്ന് ചോദിച്ചിരുന്നേട്ടാ. പണ്ട് ഞാൻ ചെറുതായിരിക്കുമ്പോൾ
ഞാനിലാണോ അല്ല ഞാനില്ല വനിതയിലാണോ ഗൃഹലക്ഷ്മിയിലാണോ വന്നതെന്നറിയില്ല. ഒരു പാലക്ക് ചേർത്തിട്ടുള്ള ഒരു ചിക്കൻ കറി, പച്ച കളറിന് ചിക്കൻ്റെ കറിയില്ല. ചേട്ടാ ചെറുതായിരിക്കുമ്പോഴാ നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. കല്യാണം കഴിഞ്ഞ ചേട്ടാ സരിത അയ്യോ സരിത ഇവളുടെ വീട്ടിലായിരുന്നു ആ സമയത്തല്ലേ? ഞാനിവിടെ നീ ഉണ്ടായിരുന്ന പാലക്കോണ്ട് പച്ച കളറിൽ ചിക്കൻ കറി ഉണ്ടാക്കിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നിട്ടേ അതേ രീതിയിൽ നമ്മളോട് ചിക്കൻ കറി പാലക്കാണ് അതിൽ കണ്ടമാനം. പാലക്ക് പിന്നെ അതിന്റെ ഒപ്പം പച്ചമുളക് മെയിനായിട്ട് സാധനം. ഈ സാധനം പാലക്ക് വേവിച്ചിട്ട് മിക്സിയിലടിക്കും. മിക്സിയിലടിച്ച് കുഴമ്പ് പരിവാക്കിയിട്ട് അതിലാണ് ചിക്കൻ എന്തൊക്കെയോ ചെയ്തിട്ടായിരുന്നു. പാലക്ക് വേവിച്ചിട്ട് മിക്സിയിലടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി. ചിക്കൻ കറി ഉണ്ടാക്കിട്ട് അത് നമുക്ക് തിന്നാൻ പറ്റില്ല, വായിൽ വെക്കാൻ കൊള്ളില്ല, കാണുമ്പോ തന്നെ നമുക്ക് തിന്നാൻ തോന്നില്ല പച്ച കളറില്. അത് കഴിഞ്ഞിട്ടേ ഇത് സാധനം കളയാനായിട്ട് മനസ്സ് തന്നില്ല. അത്രയ്ക്കും എന്താ പറയാ കാശ് കൊടുത്ത് വാങ്ങിച്ചല്ലേ. ഉടൻ തന്നെ അന്ന് ഒരു നായിന്റെ ആയിരുന്നു, ടോമിയാണ് ആരുണ്ടായിരുന്നു, ടോമിനായിരുന്നു. ടോമിനെ വിളിച്ചിട്ട് ടോമിയുടെ നേരം പറയുന്ന അതിനെ വിളിച്ചു കൊണ്ടു ഇങ്ങനെ വെച്ചു കൊടുത്തു. ആളത് അല്ലല്ല അന്ന് കൂടുണ്ട് അവിടെ, അന്ന് കൂടുണ്ട് നമുക്ക് ചേട്ടന് ശരിക്കും ഓർമ്മയില്ല. അന്ന് നമ്മുടെ സജീവന്റെ വീടിന്റെ ഇപ്പൊ സജീവന്റെ വീടല്ലേ അതിന്റെ ബാക്ക് ഭാഗത്ത് പട്ടിക്കൂട് ഇപ്പോഴും ഇല്ലേ അത്? അപ്പൊ ആ പട്ടിക്കൂട് അവിടെ ഉണ്ടായിരുന്നു. അന്ന് തറവാട് വീടിന്റെ ഫ്രണ്ടിലായിരുന്നു കേട്ടോ അത്. അപ്പൊ അതില് ഈ പട്ടി ഉണ്ടാവും. ടോമിനെ അന്നൊക്കെ എപ്പോഴും പൂട്ടിട്ട് കിടന്നു, കൂടിന്റെ ഉള്ളിലിടും. അതൊന്നും ചെയ്യില്ല. നമ്മൾ ഒരാളിങ്ങനെ സൂക്ഷിച്ചു നോക്കി അത് പേടിച്ച് ഓടി പോവും. അങ്ങനത്തെ ഒരു പേടിത്തൊണ്ടനായിട്ടുള്ളൊരു നായായിരുന്നു ടോമി. എന്നിട്ട് അതിന് കൂട്ടിൽ ചേട്ടൻ കൊണ്ടുവച്ച് കൊടുത്തു ഈ സാധനം. അങ്ങനെ ഒരു പാത്രത്തിൽ അതിന്റെ തീറ്റ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തു. അത് വന്ന് ചിക്കൻ്റെ ഒക്കെ ഒരു മണം വന്നപ്പോ അത് എണീറ്റ് വന്നിട്ട് നോക്കി. അത് മുഖം തിരിച്ച് വേറെ സ്ഥലത്ത് പോയി കിടന്നു. അപ്പൊ ഞാൻ എന്തുരാന്ന് വിചാരിച്ചിട്ട് അതിനെ ഒന്നുകൂടി പാത്രം അതിന്റെ മോന്തര അവിടേക്ക് നീക്കി വെച്ച് കൊടുത്തു. നീക്കി വെച്ച് കൊടുത്തപ്പോ ആള് വേറെ സ്ഥലത്തേക്ക് മാറി കിടന്നു. അങ്ങോട്ട് നീക്കി 2-3 അവിടെ നീക്കി വെച്ചപ്പോ എനിക്ക് ദേഷ്യം വന്നു. ഇത്ര നല്ല ചിക്കൻ കൊടുത്തിട്ടേ നമ്മള് വരെ തൊട്ടിട്ടില്ല, കൊടുത്തിട്ട് വരെ ആള് മൈൻഡ് ഇല്ല. അത് വല്ല ചാണം കലക്കി മോന്ത പിടിച്ചിട്ട് ചിക്കൻ പിടിച്ചിങ്ങാണ്ട് മുക്കി. എന്നിട്ട് രക്ഷയില്ല. ആള് ഈ മറ്റേ ചങ്ങലൊക്കെ പൊട്ടിച്ച് പോണ രീതിയില് അങ്ങനെ ഒരു ഉത്തരേന്ത്യൻ ചിക്കൻ കറി, ഉത്തരേന്ത്യൻ ഇത് നമ്മൾ കളഞ്ഞു. അപ്പൊ അന്നോടുകൂടി ഉത്തരേന്ത്യൻ ഫുഡിനോട് നമുക്ക് എന്തോ ഒരു വെറുപ്പ്. ഈ ഇത് പട്ടി വരെ തിന്നില്ല എന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടുള്ളൂ. പക്ഷെ നമ്മളത് അനുഭവത്തിൽ കണ്ടു. പാലക് ചിക്കൻ ഉണ്ടാക്കിയിട്ട് ഇത് നോക്കിയാ പൊന്തി കിടക്കുന്നുണ്ട് കേട്ടോ, നല്ല രസമായിട്ട് കിടക്കുന്നുണ്ട്. ഈ പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ലൊരു ബ്രൗൺ കളർ വരുന്ന ചേച്ചി പറഞ്ഞേട്ടാ. അതങ്ങനെയല്ല, നമ്മൾ വെള്ളയപ്പത്തിലും പഞ്ചസാര കൂടുതൽ ചേർക്കുമ്പോൾ നല്ല കളർ വരില്ലേ, മുരിഞ്ഞ ബ്രൗൺ കളർ വരും. നമ്മുടെ ഫസ്റ്റത്തെ എടുക്കാട്ടെ നമുക്ക്. അടുത്തുണ്ടാക്കിയിട്ടോ സരിത 3 വട ഫസ്റ്റ്. അടുത്തത് എന്തൊരു നല്ല ശബ്ദം അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ട ശബ്ദം. നല്ല ഇഷ്ടം. എനിക്ക് ചെറുപ്പത്തിൽ ഈ സൗണ്ടാണ് ഇഷ്ടമില്ലാണ്ടത്. ഈ സൗണ്ട് കേൾക്കുമ്പോ എന്നിട്ട് ഒരു ഭീകരത. ഇതൊരു 200 ഗ്രാം ചവരി കൊണ്ട്, അതായത് 1 കപ്പ് ചവരി കൊണ്ട് ഒരു 10-20 ചിലവണ്ണം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഒന്നും ഞാൻ എടുക്കണില്ല, തിന്നണില്ല. ഇതിന്റെ ഇടയിൽ തിന്നണ പരിപാടിയില്ല. അപ്പൊ നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ഒരു അളവ് കിട്ടില്ല. എന്താ അതൊക്കെ തിന്നാലും അളവൊക്കെ കിട്ടും. നമ്മൾ പറഞ്ഞാൽ മതി അവരോട് ഉണ്ടാക്കി. അത് ശരിയാ. നമ്മൾ ഏത് വട ഉണ്ടാക്കിയപ്പോഴങ്ങനെ അല്ല, വട ഉണ്ടാക്കിയപ്പോഴല്ലോ സുഗിയൻ ഉണ്ടാക്കിയപ്പോ കേട്ടോ പറഞ്ഞൂടി. അത് ശരി. സുഗിയ ഉണ്ടാക്കിയപ്പോഴാ പറഞ്ഞ സുഗിയ മൊത്തം 11 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് 10 ഉണ്ടായിരുന്നു. ശരിയാ. ഈ ചീവിടിന്റെ ശബ്ദല്ലേ എപ്പോഴും ഉണ്ടാവും ഇവിടെ. നല്ല രസമുള്ള ശബ്ദം. രാത്രിയില് സരിതിക്ക് ഭയങ്കര ദേഷ്യാണ് ഈ സൗണ്ട്. അത്
എന്തിട്ടാന്നറിയാം ഇതിപ്പോ ഈ സൈഡിൽ ശബ്ദം ചെറുപ്പത്തിൽ കേൾക്കുമ്പോഴേ രാത്രി അല്ല ഇത് കേൾക്കാം. അപ്പൊ രാത്രി ഇങ്ങനെ ഇത് കേൾക്കുമ്പോ ഒരു ഭീകരത പോലെ തോന്നും, ഒരു പേടിപ്പെടുത്തുന്ന ശബ്ദം പോലെ തോന്നിയിട്ടേ. അങ്ങനെയാണ് ഇതിനോട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലാണ്ടായത്. ചേട്ടൻ ഇവിടെ വന്നപ്പോ, കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ചേട്ടന് ഇതിങ്ങനെ കേൾക്കുമ്പോ പറയാം, ആഹാ എന്താ രസം കേൾക്കാൻ, കാടിന്റെ സംഗീതം എന്ന് പറയും. എപ്പോഴും പറയും കാടിന്റെ സംഗീതം എന്ന് പറയും. അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ജ്യോതി ചേച്ചി പറഞ്ഞിട്ടുള്ള സാബുദാന വട, നമ്മൾ പറയുന്നത് ചവ്വരി വട എന്നാണ് പറയുന്നത് കേട്ടോ. അവരുടെ പേര് എന്തെങ്കിലും ആയിക്കോട്ടെ. അത് റെഡിയായി. മൊത്തം ഈ 1 കപ്പ് ചവരി കൊണ്ട് 17 വട ഉണ്ടായി. ഇതിൽ 16 പറഞ്ഞാൽ ഞങ്ങൾ സൂത്രത്തിൽ തിന്നു. എൻ്റെ ഇടയിൽ സരിത മാത്രം തിന്നില്ല. സരിത പറയാം ചൂടാറിക്കഴിഞ്ഞിട്ട് സമാധാനത്തോടുകൂടി തിന്നണമെന്ന്, അതുകൊണ്ട് ശരിയായിട്ടുള്ള ടേസ്റ്റ് വരുള്ളൂന്ന്. ശരിയാണ് പറഞ്ഞു കേട്ടാ. അപ്പോൾ ഞങ്ങൾക്ക് കൊതി സഹിക്കാൻ പറ്റാണ്ട് ഞാൻ എടുത്ത് തിന്നു. ഇനി ഇതിന് തിരി കൊടുത്തു, പിന്നെ ഞാൻ തിന്നു. ജഗു അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ജഗു ഇനിയിപ്പോൾ അങ്ങോട്ട് വരില്ല, ചേട്ടന്മാരോടേക്ക് പോയേക്കാം. സരിത കഴിച്ചോ? ചൂടില്ല, അടിയിൽ നിന്നാണ് എടുത്ത് തരുന്നത്. ചൂടില്ല, ചൂടാറി. നല്ല ക്രിസ്പിയാണ് കേട്ടോ എൻ്റെ പുറം ഭാഗം. കടിക്കണ സൗണ്ട് കേൾക്കണ്ടാ? ഉള്ളു സ്മൂത്ത്. അന്നെ പേടിയോ ആൾക്കാർക്ക്. ഇനി കപ്പലണ്ടി ഒക്കെ ഇടയിൽ ഇങ്ങനെ അരയാത്ത കപ്പലണ്ടികൾ എടുക്കണതില്ല, അത് കടിക്കുമ്പോൾ നല്ല രസമാണ്. അരക്കാണ്ടിട്ട് ഉതിർന്ന് പോവും, ഇതിൽ പിടിച്ചു നിൽക്കില്ല. ഞങ്ങൾക്ക് ജ്യോതി ചേച്ചി പറഞ്ഞു തന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കി നോക്കി. അപ്പം ഞങ്ങൾക്ക് ഡൗട്ട്, ഈ ചവ്വരി കുതിർത്തിട്ട് അരക്കണ്ടേ? അരക്കാണ്ട് ഇങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ശരിയാവാ? അത് അരച്ച് കഴിഞ്ഞാൽ ശരിയാവാ? അപ്പം ചേട്ടൻ പറഞ്ഞു ഇത് കുഴയ്ക്കുമ്പോൾ വേണമെങ്കിൽ പൊടിയായിരിക്കും കുതിർന്ന് കഴിയുമ്പോൾ. എന്നിട്ട് കുതിർന്നിട്ട് നോക്കിയപ്പോഴും ഇത് കുഴയ്ക്കുമ്പോൾ പൊടിയണമൊന്നുമില്ല. എന്നിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. എന്നിട്ട് ആ ചേച്ചിക്ക് വിളിച്ചു പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ. സന്തോഷമായി, ഭയങ്കര സന്തോഷമായി ചേച്ചി. സാധനം നല്ല രസമാണ്. ഇന്നലെ ഉണ്ടാക്കിയപ്പോ തിന്നില്ല. ഇന്നലെ ഒരു ട്രയൽ റണ്ണാണ് നടത്തിയത്. കഴിക്കാറായെന്ന് വെച്ചിട്ട് വന്നു. അപ്പൊ ചൂടായ കാരണം അവൻ കളിക്കാൻ പോയി. അപ്പൊ അവിടെ ചേട്ടന്മാരുടെ പിള്ളേരെ കൂടി കളിക്കുന്ന സമയമാണേ. ഇനി ഇതിപ്പോ എല്ലാവർക്കും കൊടുക്കും ഈ സാധനം. അവരിങ്ങനത്തെ ഒരു സാധനം വിഭവം ജീവിതത്തിൽ കണ്ടിട്ട് പോലില്ല. അപ്പൊ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാം. അപ്പൊ നമുക്ക് അടുത്ത സാധനങ്ങളൊന്നും കിട്ടാത്ത സാധനങ്ങളൊന്നുമല്ല, ഒക്കെ നമ്മുടെ ഇവിടെ നാട്ടിലുള്ള തന്നെയാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ. നന്ദി, നമസ്കാരം കേട്ടോ.